പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, നോമ്പിന്റെ ഈ ആദ്യത്തെ ശനിയാഴ്ച ദിവസം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് തിരുവചനത്തിലേറെ പരിചിതമായ ധൂർത്തപുത്രന്റെ ഉപമയാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതും വിചിന്തനം നടത്തപ്പെട്ടുള്ളതുമായ ഈ ഉപമയെക്കുറിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം അല്പസമയം ചിന്തിക്കാം. പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്നതിനേക്കാൾ അകലെ എവിടെയോ അകലെ ആയിരിക്കുന്നതാണ് കൂടുതൽ സന്തോഷം നൽകുന്നത് എന്ന് ഈ ഇളയ മകൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ പിതാവിനോട് തൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വത്തിൻ്റെ ഓഹരി വാങ്ങിച്ച് അകലേക്ക് പോകാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ലോക സാഹചര്യത്തിലും ഏതാണ്ട് സമാനമായ ചിന്താഗതിയുള്ള ഇളയ മക്കൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട്. നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ അകലേക്ക് പോയാൽ പുറത്തേക്ക് പോകുന്നതാണ് കൂടുതൽ നല്ലത് എന്ന്. ചിലപ്പോഴെങ്കിലും അത് നല്ല ജോലിയും നല്ല പഠന കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി ശരിയാണ്. പക്ഷേ നാട്ടിൽ നിന്ന് മാറിയാൽ മാത്രമേ നല്ലൊരു ജീവിതവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതുന്നത് തെറ്റാണ്. പിതാവിൻ്റെ കൂടെ പ്രിയപ്പെട്ടവരുടെ കൂടെ താമസിക്കുന്നതിൻ്റെ സന്തോഷം തിരിച്ചറിയാനുള്ള കഴിവ് ഈ കാലത്തുള്ള യുവജനങ്ങൾക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുറത്തേക്ക് പോയാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കൂ എന്നൊരു ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പലപ്പോഴും അങ്ങനെ ബാക്കിയെല്ലാം മറന്ന് അവനവൻ്റെ ഈ ചിന്തയും ഈ സന്തോഷവും മാത്രം ലക്ഷ്യം വെച്ച് പോകുമ്പോൾ ഇവിടെ നാട്ടിൽ തനിച്ചാക്കി പോകപ്പെടുന്നവരുടെ ബുദ്ധിമുട്ട് ചില മക്കളെങ്കിലും കാണാതെ പോകുന്നുണ്ടെന്നും തോന്നുന്നു. സത്യത്തിൽ പിതാവിൻ്റെ സ്വത്തിൻ്റെ ഒരു ഓഹരി അല്ല പിതാവ് ഈ ഇളയ മകന് കൊടുത്തത്, മറിച്ച് പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. ഇളയ മകൻ തനിക്കുള്ള ഓഹരി സ്വത്ത് കിട്ടിയപ്പോൾ അവനൊരു ഭൗതികമായ സന്തോഷം ഉണ്ടായി. പക്ഷെ പിതാവിനെ സംബന്ധിച്ച് വലിയൊരു ദുഃഖത്തിൻ്റെ അവസരമായിരുന്നു. തൻ്റെ കൂടെയുള്ള ഏറ്റവും വലിയ സമ്പത്തായ മകൻ, ഇളയ മകൻ തന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നൊരു ദുഃഖം ആ പിതാവിൻ്റെ മനസ്സിലുണ്ടായി. ഇളയ മകന്റെ ഈ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ധ്യാനിച്ചെടുക്കാവുന്ന ഒരു കാര്യം, ഇളയ മകൻ പിതാവിന്റെ വേദനയോ വിഷമോ ഒന്നും ചിന്തിക്കാതെ തൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പിതാവിനോട് ആ സ്വത്ത് ചോദിച്ചു. പിതാവ് അത് മകനാണല്ലോ എന്നോർത്തത് കൊടുക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ കെടുത്തിക്കളയുന്ന സന്തോഷങ്ങളൊന്നും നമുക്ക് ആഗ്രഹിക്കാതിരിക്കാൻ പരിശ്രമിക്കാം എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിപരമായ താല്പര്യവും ഇഷ്ടവും ഒക്കെ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റു പലരുടെയും സന്തോഷങ്ങളെയും ആശ്വാസങ്ങളെയും ഒക്കെ നഷ്ടപ്പെടുത്തി കളയുന്നെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്ന ആ സന്തോഷത്തിന്, വ്യക്തിപരമായ ആ നേട്ടങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ജോലിക്കും പഠനത്തിനുമൊക്കെയായി നാട്ടിൽ നിന്നകന്ന്, മാതാപിതാക്കളിൽ നിന്നകന്ന് വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ എപ്പോഴും വിശുദ്ധിയിലും നന്മയിലും സംരക്ഷിക്കണം. നാട്ടിൽ നിന്ന് ശാരീരികമായി അകന്നിരിക്കുന്നെങ്കിലും മനസ്സുകൊണ്ട് വീടിനോടും നാടിനോടും വീട്ടിലുള്ളവരോടും ഒക്കെ ചേർന്നിരിക്കുവാൻ വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. അവരുടെ പരിശ്രമങ്ങളെയും അധ്വാനങ്ങളെയും വിജയിപ്പിക്കണമേ. അതോടൊപ്പം മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷങ്ങളൊന്നും നേടേണ്ട എന്ന ഒരു ബോധത്തിലേക്ക് വരുവാനും ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.